ആത്മീയതയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ അപകടം പ്രാർത്ഥിക്കുന്ന പല മനുഷ്യരും ഭൂലോക അഹങ്കാരിയാകുക. പ്രാർത്ഥിക്കുന്നവരെ പോലെ പലപ്പോഴും അഹങ്കാരികളായി മാറുന്നു. ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ എത്ര മണിക്കൂറാണ് പ്രാർത്ഥിക്കും? പ്രാർത്ഥന നമ്മളെ അഹങ്കാരിയാക്കരുത്. പ്രാർത്ഥന നമ്മളെ വിനയപ്പെടുത്തണം. ഇതിനെ സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയും. ഭയങ്കര അപകടമാണ്. എന്നെ വിശുദ്ധി അളക്കേണ്ടത് പാവം പിടിച്ച ഒരുത്തന്റെ ദേഹത്തോട്ട് കോവേണി വെച്ചിട്ടല്ല, ക്രിസ്തുവുമായിട്ട് കമ്പയർ ചെയ്യണം. നമ്മുടെ അത്യന്തിക ലക്ഷ്യം യേശുവെ പോലെ ആകുകയാണ്. വിശുദ്ധിയിൽ വളരും തോറും വിനയപ്പെടും. ആ വിനയത്തിൽ വളരുന്നത് ഇനിയും ഞാൻ വളരാനുണ്ടെന്നുള്ള ബോധ്യമാണ്. മാത്രമല്ല, കർത്താവെ വീഴാതെ നിർത്തിയത് ദൈവമാണെന്നുള്ള ബോധ്യമാണ്. അതെപ്പോഴും ഓർത്തോണം. നമ്മുടെ പ്രാർത്ഥനയുടെ കൊള്ളുകൊണ്ടൊന്നും അല്ല നാം നിന്നത്, ദൈവത്തിന്റെ മഹാദയ കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ്. മനസ്സിലാകുന്നുണ്ടോ? എന്നിലും ശക്തർ, എന്നിലും ഭക്തർ വീണ് തകർന്ന ഈ പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ വീരപുമാൻകളിൽ വീണവരിൽ. എന്നാൽ യാഹേ, നീ എന്റെ ദൈവം, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞോണം. ആരും, ഞാൻ ഒരു ആളും വഴക്കുണ്ടാക്കിയെന്ന് കേൾക്കുമ്പോഴോ ഒരു പ്രശ്നം കാണുമ്പോഴോ അവരെ കുറ്റപ്പെടുത്തത്തില്ല. കാരണം അതിനും മോശപ്പെട്ട ഒരു വ്യക്തി എന്റെ അകത്ത് കിടപ്പുണ്ട്. പക്ഷെ എന്നെ നിർത്തിയത് തമ്പുരാന്റെ മഹാദയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്കുണ്ടാകേണ്ട എന്താണ്? രൂപാന്തരം ഉണ്ടാകണം. ആർക്ക് രൂപാന്തരം ഉണ്ടാകണം?